ന്യൂ നെയിം ന്യൂ നെയിം ഒന്നുമല്ല. എക്സ്ലാൻഡിസ് എന്നുള്ള പേര് തന്നെ ആയിരിക്കും സെർവർ അപ്പാക്കുന്നത്. അതിപ്പം ഇനിയും സെർവർ പോയാലും ശരി ആ പേര് തന്നെ അപ്പാക്കുന്നുള്ളൂ. അതിലും ഒരു വ്യത്യാസമില്ല. എന്തായാലും നമുക്ക് ഒരു വട്ടം നമുക്കിങ്ങനെ പോയി, അതുകൊണ്ട് അതിനി ഇനി ഈ ലൈവിലല്ല അത് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി ഇതേപോലൊരു ഡൗൺ ടൈം നിങ്ങൾക്ക് വരാത്ത രീതിയിലായിരിക്കും ഇനി സെർവർ അപ്പാക്കുമ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്. സെർവർ ഓപ്പണാക്കി അപ്ഡേറ്റ് പതിയെ കൊണ്ടുവന്നാൽ മതി. എല്ലാം സെറ്റാക്കാടാ. അപ്പം സാർക്ക് ഓക്കെ അല്ലേ? അവൻ ഓക്കെയാണ്. ഗോഖു അങ്ങോട്ട് പറയാന്നോ? പറയണമെന്നുണ്ടാ. പിന്നെ ഗൈസ്, അതേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പോയെന്നുള്ള റീസൺസും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി നിങ്ങൾക്കറിയാം, ഒരു ലീഗൽ സൈഡ് ഇതേപോലെ പിള്ളേരെ എന്താണ് പറയുക, നമ്മുടെ സെർവറിൽ കളിക്കുന്നവരുടെ ലൈവ് കണ്ട് പിള്ളേർ വഴിതെറ്റുന്നു എന്ന് പറയുന്നൊരു സിനാരിയോ എന്തോ ഉണ്ടായിരുന്നു. ഒരു ലീഗൽ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമേ തന്നെ 18+ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഞാനത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്നെങ്കിൽ പോലും നമ്മൾ അത് കൊണ്ടുവരാൻ കുറച്ച് താമസിച്ചു പോയി. അത് വേറെ രണ്ടാമത്തെ സിനാരിയോ. പിന്നെ നമ്മുടെ സെർവറിൽ ഉണ്ടായിരുന്ന ചൈൽഡ് പെൽഡുകളും സ്കൂളും എല്ലാം ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ പല കാരണങ്ങളും, അതൊന്നല്ല, മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ടാണ് പോയത്. നമ്മൾ ഇനി സെർവർ കഴിയുന്ന സമയത്ത് സെർവറിലെ റൂളുകൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. റൂളുകളിൽ ഒരുപാട് ചേഞ്ചസ് വരും. ഇനി ഒരു വട്ടവും കൂടെ ഇത് പോകാത്ത രീതിയിലായിരിക്കും നമ്മൾ സെർവർ അപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ റൂളുകളുടെ കാര്യത്തിലും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് വരാം. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായി തോന്നാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സർവൈവലാണ്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. CFXന്റെ റൂൾ എന്താണോ അല്ലെങ്കിൽ റോക്സ്റ്റാറിൻ്റെ റൂൾ എന്താണോ അത് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. RPൽ സ്കൂൾ പാടില്ല എന്നാണ് അപ്പോൾ കോളേജ് ആക്കാലോ. പിന്നെ എന്താണ് നെക്സ്റ്റ് തിങ്, ടോക്സിസിറ്റി എന്ന് പറയുന്നൊരു സാധനം ഇനി വളരെ സീരിയസ് ആയിട്ടായിരിക്കും സെർവറിൽ എടുക്കാൻ പോകുന്നത്. സോ ടോക്സിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോക്സിക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ടൈമാണ്. വേറെ സെർവറിൽ നിങ്ങൾക്ക് ബേസ് ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എക്സലാൻഡിസ് അപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്സിസിറ്റിയിൽ വളരെ വലിയൊരു റൂൾ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. നമുക്കിനി ഇത് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അത് അടുത്തൊരു സിനാരിയോ. RDR സെർവറോ? ഇതൊന്നും ശരിയായിട്ട് പോരെ ബ്രോ? നമ്മളൊക്കെ ഇല്ലേ കൂടെ പ്രാർത്ഥന. ജാനകി രാവണൻ, താങ്ക് യു ബ്രോ. ജാനകി രാവണൻ, വെൽക്കം ടു സ്ട്രീം. ആരുടെയും എനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ എക്സ്ലാൻഡിസിന് ഒരു സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു QR ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ല 2 സെർവർ തുടങ്ങാനുള്ള പൈസ വരുമെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്ക് ആരുടെയും പൈസ ഇതിൽ കൊണ്ടുവന്ന് ഇനി ഇത് പോകുമോ എന്ന് ഉറപ്പില്ലാത്തടത്ത് കളയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. കാസ്ട്രോ എന്ത് പറഞ്ഞു? കാസ്ട്രോ ഇതുപോലെ തന്നെ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്കെല്ലാം സെറ്റാക്കാൻ തന്നെയാണ് കാസ്ട്രോ പറഞ്ഞത്. Everything will be get sorted. Eventually, always we need all happy back. Mainly, please allow boys to come back with regular lives as we are missing those all this. Guys, എല്ലാവരും ഇന്നോട്ട് ലൈവൊക്കെ വന്ന് തുടങ്ങും. എല്ലാവരും തിരിച്ചു വന്ന് ലൈവെല്ലാം വന്ന് തുടങ്ങും. റോക്സ്റ്റാർ റിപ്ലൈ
ടെർമിനേറ്റ് ആയ സെർവറുകൾക്ക് റോക്ക് സ്റ്റാർ റിപ്ലൈ കൊടുക്കാറില്ല. ഒന്നാമത്തെ കാര്യം, അവർ അപ്പീൽ ചെയ്യാമെന്ന് പറയും, നമ്മൾ അപ്പീൽ ചെയ്യും, ബട്ട് നമുക്കൊരിക്കലും റിപ്ലൈ കിട്ടാൻ പോകുന്നില്ല. 6 മാസവും 1 വർഷമൊക്കെ ആയ സെർവേഴ്സ് ഉണ്ട് ഇപ്പോഴും റിപ്ലൈ കിട്ടാതെ. സോ അതിൽ പ്രതീക്ഷയൊന്നും ആരും വെക്കണ്ട. ഞാൻ ഇപ്പോഴും പറയാം, 100% അത് പോയി. മനസ്സിലായോ? പോയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അടുത്ത് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുക, മൂവ് ഓൺ ആവുക, അതേ നടക്കത്തുള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. പോയത് പോയി. ഇപ്പൊ പോയി, അത് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടോ അല്ലെങ്കിൽ വിഷമിച്ചിരുന്നോണ്ടോ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക, മൂവ് ഓൺ ആവുക, അതേ നടക്കത്തുള്ളൂ. അത് തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൈസ ഒന്നുമില്ല, ബട്ട് ഫുൾ സപ്പോർട്ട് കാണാം. അപ്പം പൈസ ഒന്നുമില്ല. താങ്ക് യു കെവിൻ സി ബ്രോ. നിങ്ങളൊക്കെ ഈ സപ്പോർട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇവിടെ വന്നിരുന്നപ്പം ഞാൻ ഓവർവെൽമിങ് ആയി പോയത്. കാരണം ഇത്രയൊരു സപ്പോർട്ട് എല്ലാവരുടെയും സൈഡിൽ ഞാൻ പറഞ്ഞില്ല, വ്യൂവേഴ്സ് ആയാലും പ്ലേയേഴ്സ് ആയാലും ഇവിടെ ഞങ്ങളുടെ സ്റ്റാഫ് ആയാലും ഡെവലപ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെ കയ്യിൽ നിന്നും വന്ന സപ്പോർട്ട് ഭയങ്കര വളരെ അധികമായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്പോൾ എക്സ്ലാൻഡിസിന് തിരിച്ചു വന്നാലും ഇത് എൻ്റെ സെർവറിനുപരി ഇത് നമ്മുടെ സെർവറായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു സെർവറാണ്. സോ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ പഴയ എക്സ്ലാൻഡിസ്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പഴയ എക്സ്ലാൻഡിസ് എങ്കിലും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം. പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത് അതൊരു ഇമോഷനായിരുന്നു. പൈസയുടെ ഒക്കെ ആവശ്യമുണ്ട്, അതൊന്നും ആരും വെറി ചെയ്യണ്ട. പൈസേനെ പറ്റി നിങ്ങൾ ആരും വെറി ചെയ്യണ്ട. അത് എന്താണേലും എങ്ങനെയാണേലും ഊരാനോ അതെന്താ നിങ്ങക്ക് മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. കൈ ഇത് കണ്ട, ഈ കൈ പൊക്കി കാണിച്ചിട്ട് പറയാതാ ഇവിടുന്ന് തുടങ്ങാതെ നമുക്ക്. നിങ്ങൾ അതിനെപ്പറ്റി ആരും പറയണ്ട. അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തോളാം. ഇനി പോയി ഇത് ഇനി വീണ്ടും പോവുകയാണെങ്കിലും ആ നഷ്ടം ഞാൻ മാത്രം സഹിച്ചാൽ മതി, വേറെ ആരും സഹിക്കണ്ട. You can build excellent from scratch. You can do it again. Thank you, Caption Bro. പിന്നെന്താണ്, കം ബാക്ക് സ്ട്രോങ്ങർ ദാൻ സെറ്റ് ബാക്സ്. ഗൈസ് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്തൊരു ചീത്ത നടന്നാലും ഞാൻ അതിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കും. സോ ഇതും ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. ഇങ്ങനെ നമുക്ക് പോയ സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണ് ആൾക്കാർ പൊട്ടിച്ചിരിച്ചുകൊണ്ടും പുറയിൽ അവന് തെറി പറയുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് തെറി പറയുന്നവർ കുറേ പേരുണ്ട്, കർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു. എല്ലാം കൊള്ളാം, നല്ലതാണ്. അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ബോൾ നിങ്ങളുടെ കോർട്ടിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ബട്ട് അത് അതേ കാലം നിൽക്കില്ല. മനസ്സിലായോ? ഒരാളുടെ കാലിനടിയിൽ എപ്പോഴും ബോൾ നിൽക്കത്തില്ലല്ലോ, അതിങ്ങനെ കറങ്ങി വരും. സോ ഇപ്പം നിങ്ങൾ എൻജോയ് ചെയ്യും, ഹാപ്പി ആയിട്ടിരിക്കും, ആഘോഷിക്കും. ഇത് വീണ്ടും വരും, നിങ്ങൾ വീണ്ടും അടിച്ചിടാൻ നോക്ക്. ഞാനത് എങ്ങനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ശ്രമിക്കാം. നമുക്കപ്പോൾ ഇനി ഇതൊരു കോമ്പറ്റീഷനായിട്ട് കൊണ്ടുപോകാം. സംഭവം അങ്ങനെയാണല്ലോ. അതുകൊണ്ടത് ഒരു ഡൗട്ട്. നെയിം തന്നെയാണോ എക്സ്ലാൻഡിസ് നെയിമാണോ ഇടുന്നത്? എക്സ്ലാൻഡിസ് എന്ന് പറഞ്ഞ പേര് തന്നെ ഈ സെർവറിന് മുന്നോട്ട് പോകത്തുള്ളൂ. അത് എത്ര കാലം ഇനി ഓടുമെന്ന് അറിയത്തില്ല. ഓടുന്ന എത്ര കാലവും ഇപ്പം നമ്മുടെ ഡിസ്കോഡിന് ബാം വന്നു കഴിഞ്ഞാൽ പോലും എക്സ്ലാൻഡിസ് എന്ന് പറയുന്ന പേര് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, എല്ലാം സംഭവിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന് എന്ന് വിചാരിക്കും. സൈഡിൽ കൂടെ കോമഡി ആയിരിക്കുന്നടി. അപ്പൊ നമ്മൾ നമ്പർ 1 എന്നുള്ള ഹോട്ട്സ്റ്റാർ വരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമ്മൾ നമ്പർ 1 ആയതുകൊണ്ടല്ലേ ഹോട്ട്സ്റ്റാർ വരെ നമ്മളെ ശ്രദ്ധിച്ചിരുന്നു. ഹോട്ട്സ്റ്റാർ നമ്മളെ ശ്രദ്ധിച്ചു എപ്പോ? ഓ റോക്ക് സ്റ്റാർ. എടാ നീയൊക്കെ എന്നെ തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റോക്ക് സ്റ്റാർ അതാണ് അതിന്റെ ഹോട്ട്സ്റ്റാർ. റോക്ക് സ്റ്റാർ, ROCK, റോക്ക് പാറ. അയ്യോ,
ഇപ്പോഴത്തേക്കായിരിക്കും വരിക. ഗൈസ് എനിക്ക് അതിൽ ഇപ്പോൾ ഒരു ടൈം പീരീഡ് പറയാൻ പറ്റത്തില്ല. ബട്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ ഉള്ള ഒരു നിങ്ങളുടെ ഒരു ബ്രേക്ക് ടൈമാണെന്ന് കാണുക. ഇപ്പം നിങ്ങൾക്ക് വേറെ വല്ല സെർവറിൽ പോയി കളിക്കണമെങ്കിൽ അവിടെ പോയി കളിക്കുക, എൻജോയ് ചെയ്യുക. ഈ സെർവർ അപ്പാകുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ തിരിച്ചു വരിക. എന്തായാലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് 0 നിന്നാണ് തുടങ്ങി. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് 0 നിന്ന് തന്നെ റീബിൽഡ് ചെയ്ത് തുടങ്ങാം. ഒരു വട്ടം നമ്പർ 1 ആക്കാന്നുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, സ്റ്റാമ്പ് പണി തന്നവരാണോ ഇത് റിപ്പോർട്ട് ചെയ്തത്? ഐ ഡോണ്ട് നോ. അതെൻ്റെ കൺസേൺ അല്ല ആക്ച്വലി. ഇത് വേറെ എന്തോ കണ്ടു വന്നു കമൻ്റ് ഇടുന്ന ഹോട്ട്സ്റ്റാർ. അപ്പോൾ ഞങ്ങളാരും പോവില്ല, കൂടെ ഉണ്ടാകുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനിയും ഉണ്ടാകുക കാര്യങ്ങൾ നെഗറ്റീവ് അടിക്കേണ്ട എല്ലാം നമ്മുടെ ഗ്രോ അപ്പ് കണ്ട് ഗുരു പൊട്ടണം. AP ഓക്കെ ആയിട്ടിരിക്കുക മതിയെന്ന്. ഞാൻ ഓക്കെയാണ് കേസ്, ഞാൻ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇഫ് യു സേ 1 വേർഡ്, അത് പോയാലും ഞങ്ങൾക്കൊരു നഷ്ടം ഒരിക്കലും ഇല്ല. ഇല്ല ബ്രോ, വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഈ ഒരു സാധനത്തിൽ എന്ത് നഷ്ടം വന്നാലും അത് ഞാൻ മാത്രം സഹിച്ചാൽ മതി. വേറെ ആരെയും എനിക്കതിലോട്ട് പിടിച്ചിടാൻ താല്പര്യമില്ല. കാരണം ഇത് വീണ്ടും പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് അപ്പാക്കാം. പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് വീണ്ടും അപ്പാക്കാം. വീണ്ടും പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് വീണ്ടും അപ്പാക്കാം. അവർ ഡൗൺ ആക്കട്ടെ, നമുക്ക് അപ്പാക്കാം. അങ്ങനെ ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ അങ്ങനെ റീബിൽഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം വേണം. നമുക്കൊരു മിനിമം ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ സമയം തരണം. അതിനുള്ളിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം 1 or 2 വീക്സിനുള്ളിൽ എന്തായാലും സെർവർ അപ്പായിരിക്കും. അപ്പം കൊണ്ടുവരുവാണെങ്കിൽ എക്സ്ലാൻഡിസ് V2 കൊണ്ടുവരാമോ? അതോ V2 ആണോ നിങ്ങൾക്ക് ഇഷ്ടം? അരുൺ സ്റ്റീഫൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഡേറ്റ ഒക്കെ പോയോ പ്ലേയേഴ്സിൻ്റെ? ഡേറ്റ പോയി. ഡേറ്റ പോയി. പ്ലേയേഴ്സിൻ്റെ എല്ലാവരുടെയും ഡേറ്റ നമുക്ക് നഷ്ടമായി ഗൈസ്. എല്ലാവരും പ്ലേയേഴ്സിൻ്റെ നമുക്ക് അങ്ങനെ വലിയ ഒരു ഡേറ്റ നഷ്ടം വന്നിരിക്കുകയാണ്. റോക്ക് സ്റ്റാർ ഡേറ്റയും കൊണ്ടാണ് പോയത്. നമുക്കതുകൊണ്ട് അങ്ങനെയാണ് സപ്പോർട്ട് ഇല്ലെന്ന്. ഐ വാസ് ജസ്റ്റ് എ വ്യൂവർ ഓഫ് RP നെക്സ്റ്റ് ടൈം. ഇനി ഏത് സർവർ ഞാൻ ഉറപ്പായിട്ട് വൈൽഡ് ലിസ്റ്റ് എടുക്കും. പ്രീമിയം ഉണ്ടായാലും വാങ്ങും. താങ്ക് യു വാർബറ്റൽ ബ്രോ, താങ്ക് യു. കൂടെ ഉണ്ടാവും എന്ന് സുബൈം. താങ്ക് യു. നമ്മുടെ ഡേറ്റയാണ് GTA 6 ഉപയോഗിക്കുന്നത് കേട്ട്. അതെ, നമ്മുടെ ഡേറ്റയാണ് GTA 6 ഉപയോഗിക്കുന്നത്. അവര് ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയേക്കുക. അപ്പൊ നമ്പർ 1 ആയത് നിങ്ങളുള്ളതുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഒരിക്കലും പറയത്തില്ല ഗൈസ്, നമ്പർ 1 ഉള്ളത് ഞാനായതുകൊണ്ടാണ്. ഇവിടെ ഉള്ള എല്ലാവരുടെയും ടീം എഫേർട്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അതിൽ. അതേപോലെ തന്നെ ഇവിടെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെയും എഫേർട്ട് ഉണ്ട് അതിൽ. അതുകൊണ്ട് ഒരിക്കലും നമ്പർ 1 എക്സ്ലാൻഡിസ് ആയത് ഒരാളുടെ അധ്വാനത്തിലാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. അതിവിടെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്, ഇവിടെ ഉള്ള സ്റ്റാഫിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്, അഡ്മിൻസിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്, ഡെവലപ്പേഴ്സിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് മുന്നേറ്റം. ഞാൻ ഇപ്പോഴും പറയാം, ഒരിക്കലും ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ എങ്ങും എത്തത്തില്ല. അത് സത്യമാണ്. മനസ്സിലായോ? നമ്മൾ ഒറ്റയ്ക്ക് തുഴഞ്ഞ് ക്ഷീണിക്കുമ്പം നമുക്ക് സപ്പോർട്ട് തരാൻ കൂടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇതാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് തുഴഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് എവിടെയെങ്കിലും എത്തത്തുള്ളൂ. V2 വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. ഈ ഒരു സിറ്റി ഒരു 5 സിറ്റി അല്ല, അതൊരു ഇമോഷനാണ്. കുറേ പേർക്ക് പിന്നെ അത് റീബിൽഡ് വിൽ ബി മാസീവ് ആൻഡ് നമ്പർ 1 സർവർ ഫോർ എ റീസൺ. അപ്പോൾ ലവ് യു ഓൾവേസ് വിത്ത് യു ഗൈസ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. എക്സലൻസ് V2 മെക്കാനിസം വാസ് ഗുഡ്. എക്സലൻസ് V2. അപ്പോൾ 1 വീക്ക് പിള്ളേരെ ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കരുത്. അവന്മാർക്ക് വേറെ ഗെയിം അധികം ലൈവ് ഇടാറില്ല. ഒന്നും പുഷ് ചെയ്തിട്ട് വരാൻ പറയണേ. ഞാൻ പറഞ്ഞു എല്ലാവരോടും പറയാം ഇവിടെ. പിന്നെ ഫയൽ വാങ്ങുമ്പോൾ അൺലോക്ഡ് ആയിട്ടുള്ള ഫയൽ വാങ്ങിച്ചാൽ മതി ഉറപ്പായിട്ടും. ശരത് കരൺ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു. സൂസ് ഗോഡ്, താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. ഒരു ഡൗൺ ടൈം ഉണ്ടായത് അപ്പാവാനാണ് ബ്രോ. യെസ്. എക്സലൻസ് പൊങ്ങുന്നവരെ RP ബ്രേക്കാണ്. അതുവരെ അതർ ഗെയിംസ് കളിക്കാം. RP ഇല്ലാതെ 1 to 2 വീക്സ് നിൽക്കാം. ബട്ട് വേറെ സർവറിൽ പോകാൻ താല്പര്യമില്ല. താങ്ക് യു ABDS ഗെയിമിംഗ് ബ്രോ. കൂടെ ഉണ്ടാകും അപ്പാന്ന്. താങ്ക് യു JKT07 ബ്രോ. താങ്ക് യു.
റീബിൽഡ് ചെയ്യണം നമുക്കൊരു ടാസ്ക് ആണ്. അപ്പം കെ വി ആണെങ്കിലും ടി വി ആണെങ്കിലും 2 റീബിൽഡ് നമ്മൾ ചെയ്തതല്ലേ. ഗൈസ് ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവം പോയ സമയത്ത് ഡൈനു എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? വോട്ട് പ്രാവോ സാരമില്ല, നമുക്ക് ഒന്നേന്ന് തുടങ്ങാമെന്ന്. മനസ്സിലായോ? അത് ഡൈനു മാത്രമല്ല, AK ആയാലും റിക്ക് ആയാലും ആടുപ്രോ ആയാലും എല്ലാവരും, ആൽഫ ആയാലും. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? എന്റെ പേര് പറഞ്ഞില്ല. മാസ്റ്റർ ആയാലും നിങ്ങൾക്കൊരു വേറൊരു കാര്യം അറിയാം. അതായത് നമ്മുടെ ഡെവലപ്പേഴ്സ് ഒരാഴ്ചത്തേക്ക് അവരുടെ കമ്പനികളിൽ നിന്ന് ലീവ് പറഞ്ഞേക്കുക. മനസ്സിലായോ? അതായത് ഇത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ് പറഞ്ഞ എല്ലാരും അപ്പൊ പൊളിക്കും. എല്ലാരും ഒരാഴ്ചത്തേക്ക് അവര് ലീവ് എടുത്തിരിക്കുകയാണ്. അവര് ഞങ്ങള് എല്ലാരും ഇവിടെ ഫുൾ ആൻഡ് ഫുൾ ഇതിന്റെ പുറകില് വർക്ക് ചെയ്തോണ്ടിരിക്കുക. റിക്ക ആ കമ്പനി വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒന്ന് മെയില്. ഈ ഡോക്ടറിനെ ആരോട് വിളിച്ചു കയറ്റിയേ? സത്യം ഞാൻ ഇപ്പോഴും പറയാം, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്പേഴ്സ് എല്ലാരും ഇവിടെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഇതൊന്നും ഇവിടെ എത്തത്തില്ല. മനസ്സിലായോ? ഇതിങ്ങനെ ഡൗൺ ആയ സമയത്ത് ഇവരെല്ലാവരും ഞാനായിട്ട് ആവശ്യപ്പെട്ട പോലും അല്ല, അവരായിട്ട് തന്നെ എല്ലാവരും തീരുമാനിച്ച് എല്ലാം എടുത്തതിന് ശേഷമാണ് എന്നോട് പോലും കാര്യം പറയുന്നത്. സോ നമ്മൾ എല്ലാവരും ഫുൾ എഫേർട്ട് എടുത്തിട്ട് എന്താ പറയാ, ഇതില് സബ്ബോ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ മിസ്സായ 5 മിസ്സായെന്ന് സ്പാം വരുന്നുണ്ടോ ഒന്ന് നോക്കിയാ. ആണോ ഗൈസ്? ആരുടെയെങ്കിലും സബ്സ്ക്രിപ്ഷൻസ്? Shana Thomas bro, thank you so much for the 5 subscriptions. Shana Thomas bro, welcome to the stream and thank you so much for the 5 subscriptions. Yeah, we will rise again. AP without PL and member capacity കൂട്ടാൻ പോകും. നമുക്ക് ആദ്യമേ സെർവർ അപ്പാക്കാൻ പോകും. സെർവർ അപ്പായതിനു ശേഷം നമുക്ക് പതുക്കെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ടി വി എന്ന് ഇതുപോലെ ഡൊമേറ്റ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അപ്പന് കൂടെ കാരണമാണ്. അതുപോലെ ഒരു റീബിൽഡാണ് ഇപ്പോൾ വേണ്ടത്. വർക്കിക്കുന്നത്. താങ്ക് യു സോ മച്ച്. യെസ് അപ്പൂട്ടൻ. ഗൈസ് നിങ്ങൾ സെർവർ വരുമ്പം നിങ്ങൾ എന്തായാലും ഡിസപ്പോയിൻ്റ് ആകത്തില്ല. ഞാൻ പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉള്ള എക്സ്ലാൻഡ് സെർവറെങ്കിലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുതരും. ആരും ഡിസപ്പോയിൻ്റ് ആവരുത്. കുരിശൻ വീട്ടിൽ ബ്രോ താങ്ക് യു സോ മച്ച് കിക്ക് പോയിന്റ്സ് ആൻഡ് ലോഗ് GM താങ്ക് യു സോ മച്ച് കിക്ക് പോയിന്റ്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ QR കോഡ് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് 10K ഞാൻ തരും. ദാറ്റ് മച്ച് ഐ ലവ് എക്സലൻസ്. ഇപ്പോൾ നിങ്ങൾ QR കോഡ് വെച്ചാൽ ഗൈസ് താങ്ക് യു സുധി ബ്രോ. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിൽ എന്ത് നഷ്ടം വന്നാലും അത് ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചാൽ മതി, വേറെ ആരും വേണ്ട. AP അപ്പോൾ വീണ്ടും വൈറ്റ് ലിസ്റ്റ് എടുക്കണം. വേണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും വൈറ്റ് ലിസ്റ്റ് ഉണ്ടാവും. ഗൈസ് ഞാൻ നേരത്തെ ഡേറ്റ പോയെന്ന് പറഞ്ഞാൽ വെറുതെ ആണ് കേട്ടോ. ഡേറ്റ എല്ലാം ഉണ്ട്, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ആരുടെയും പൈസ ഒന്നും പോയിട്ടില്ല. മേ ബി ഈ ഒരു എന്താ പറയുക, നമ്മൾ സെർവർ അപ്പാക്കുമ്പോൾ വേറെ ഞാൻ ഒരു കാര്യം പറയാം, വേറെ എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം. അതല്ലേ നല്ലത്. ഇപ്പം എനിക്ക് നിങ്ങൾക്കൊരു ഫുൾ ക്ലാരിറ്റി തരാൻ പറ്റിയില്ലെന്ന് വരാം, ബട്ട് എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും. മിസ്സായൊരു ഫീലിംഗ്. എന്തൊരു സബ്സ്ക്രിപ്ഷൻ മിസ്സായോ? സൂര്യ ബോസ്, മീനൂട്ടി, ചിന്നു, വാട്ട് അബൌട്ട് ദിസ് ക്യാരക്ടേഴ്സ്? ഈ ഒരാഴ്ചയിൽ നീളം വെക്കത്തുള്ളത് കഴിച്ചു. അതാര് ഇവള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനൂട്ടി, ചിന്നു അതേപോലെ തന്നെ സൂര്യ ബോസ് ഒരാഴ്ചയിൽ കോബ്ല കഴിച്ച് വലിയ കുട്ടികളാവും, 18 വയസ്സ് മുകളിലുള്ള ആൾക്കാരായി വളരും എന്നാണ് പറഞ്ഞത്. കോബ്ലാനെ സ്കാം അത്. ഞാൻ എത്ര കഴിച്ച് എനിക്ക് എന്തൊരു ആവശ്യക്കുള്ള നീളാൻ പറ്റും? ഇല്ല, അത്ര സ്കാം. കുടിക്കാനേ കൊള്ളത്തില്ല, ടേസ്റ്റ് ഇല്ല വൃത്തിയുടെ സാധനത്തിന്. ഹായ്, വെൽക്കം ടു ദി സ്ട്രീം കാരി. ഗൈസ് നമുക്ക് ഇനി മുതൽ പെറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കത്തില്ല, എസ്പെഷ്യലി കിഡ് പെറ്റ്സ്. Takoi, thank you so much for the kick points, bro. You may have lost financially, you may have lost a server you put your efforts into, but you definitely gained a huge family here. Come back stronger. Thank you so much, bro. Thank you.
എക്സ്പോസ് എന്നോ? ഏ ചന്ദ്രൻ സ്റ്റില്ലിങ് ടൈം സ്കിപ്പ് ഓഫ് എക്സാറ്റിസ് ഒരു സ്റ്റോറി ലൈൻ കൊണ്ടുപോവാ പപ്പാന്നോ? ഗായ്സ് ഇത് തുടങ്ങുമ്പോ ഇതിൽ എന്നെ പെടുത്തിയത് അറിയാം നിങ്ങൾക്ക് എത്ര കഥ അറിയാൻ തരുന്നത് എന്നെ ഡൈനുവിനെ ഇതിൽ പെടുത്തിയതാ. ലായ്ക്കാണ് ഞങ്ങൾ ഇതിൽ പെടുത്തിയത്. ലായ്ക്ക് ഡൈനുവിനോട് പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്, നമുക്ക് സെർവർ സെറ്റാക്കാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എൻ്റെ ഫുൾ മോട്ടിവേഷൻ സെർവറൊക്കെ തുടങ്ങും അടിപൊളിയാക്കാന്ന് പറഞ്ഞിട്ട് സെർവറൊക്കെ തുടങ്ങിപ്പിച്ചു. സെർവറൊക്കെ അപ്പായി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലായ്ക്ക് ഒറ്റ മുങ്ങന്. പിന്നെ ഞാനും ഡൈനും തമ്മിലായി സംസാരം കോണ്ടാക്ട്. അയ്യോ അഡ്മിൻ ബെഡ് ഉണ്ടാവും, അഡ്മിൻ ബെഡ് ഉണ്ടാവും ബ്രോ. കിഡ് പെഡ്സ് നമ്മൾ കപ്പാട് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇനി മുതൽ. എന്തുവാ പുതിയ അഡ്മിൻ? അതാ സെർവർ പൂട്ടാനല്ല. പിങ്കോഡ് പിൻകോഡോ? പിങ്കോഡോ? ദേവത പാവാട വേണോന്ന്. ഞാൻ അഡ്മിന് പാവാട എടുത്തത് ആലോചിച്ച് നോക്കിയേ. ആ അഡ്മിനെ നിങ്ങളൊന്ന് പാവാട സങ്കല്പിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് പാവാട വേണോന്ന് അഡ്മിനെ. ഓക്കെ ഡോക്ടർ പോയിട്ട് സോറി ഫോർ ദ ലോസ് മൈ സൈഡ്. കുഴപ്പമില്ല. സി സുരേബോസ് നിങ്ങൾ കാരണമാണ് എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിൽ CFXന്റെ ഇത് ഇങ്ങനൊരു സംഭവം ഉള്ളത് മനസ്സിലാക്കാതെയും ഇത് സർവർ ഇട്ടത് നമ്മുടെ മിസ്റ്റേക്കാണ്. മനസ്സിലായോ? ഒരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്ക് അത് നമ്മൾ പറയത്തില്ല. നിങ്ങൾ അതിനെപ്പറ്റി വേറെ ചെയ്യാൻ വേണ്ട ഗൈസ്. ഇത് പോയത് നിങ്ങൾ കാരണമാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. നിങ്ങൾ കാരണമല്ല. അതിൻ്റെ സോൾ ആൻഡ് സോൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങളാണ്. മനസ്സിലായോ? അത് ചെക്ക് ചെയ്യേണ്ടിരുന്നത് നോക്കേണ്ടിരുന്നത് ഞങ്ങളാണ്. നമ്മുടെ സൈഡിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക്. നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 18+ ആണ് സെർവർ. സോ 18+ മുകളിലുള്ളവർ ഇത് കളിച്ചു കഴിഞ്ഞാൽ ഇഷ്യൂ ഇല്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനല്ല. കിഡ്സായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പാടില്ല എന്നൊരു സിനാരിയോ വന്നു. ഓൾറെഡി മറ്റേ ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ പ്രശ്നം നമ്മൾ കുറച്ചുകൂടെ നോട്ടീസ് ചെയ്യിപ്പിച്ചു. പിന്നെ നമ്മൾ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, വലിയൊരു പ്ലെയർ ബേസ് ഉള്ള സെർവറാണ്. അതൊക്കെ നമുക്ക് നല്ലതാണ്. ബട്ട് ഈ ഒരു കാര്യത്തിൽ അത് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു. ഹാപ്പി ഗോ സി യു ലൈക്ക് ദിസ് അഗൈൻ. യെസ് ഞാൻ ഓക്കെ ആയി ഗൈസ്. ഞാൻ ഫുൾ ആൻഡ് ഫുൾ ഓക്കെ. ഞാൻ പവറായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് സമയം എനിക്ക് ഇവിടെ വന്നിരുന്നത് എന്ത് പറയണമെന്ന് അറിയാത്ത സമയത്ത് ഞാൻ പെട്ടുപോയി. നിങ്ങളുടെ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇതേപോലെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടില്ല. സന്തോഷമാണോ വരുന്നത്, കരച്ചിലാണോ വരുന്നത്, വിഷമമാണോ വരുന്നത്, എന്തോ അത് എൻ്റെ ബ്രെയിന് സെൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി കുറച്ചു നേരം. എനിക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വേണ്ടി വന്നു മൊത്തത്തിലൊന്ന് സ്റ്റേബിളായി വരാൻ. ഒരു കമ്പനി തുടങ്ങി ഡൗൺ ആകും, ചിലപ്പോൾ അപ്പാവും ഗൈസ്. അത് വേറൊരു കാര്യം കേട്ടോ. എനിക്ക് ഒരാൾ മെസ്സേജ്, പുള്ളി പേര് പറയുന്നത് പറഞ്ഞേ, അതായത് പുള്ളിയുടെ ഡൗൺ ടൈമിൽ നമ്മളൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. നിന്റെ ഒരു ഡൗൺ ടൈമിൽ ഒരു കമ്പനി കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്ന് അത് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വില എത്ര എന്നുള്ള കാര്യം പുള്ളിക്ക് നല്ലപോലെ മനസ്സിലാവും. അന്ന് പുള്ളിക്ക് ഫിനാൻഷ്യലി എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതി അല്ലായിരുന്നു. ബട്ട് ഇപ്പം പുള്ളിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം, അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ട് പറ്റുന്ന എത്ര ആണോ അത്രയും പുള്ളി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. നമ്മുടെ അശ്വൻ ബ്രോ ഇല്ലേ, പൊറോത്തി അശ്വൻ ബ്രോ എനിക്ക് മെസ്സേജ്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി ഞാൻ. അപ്പപ്പാ എന്ത് മാറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ വാറ് മാപ്പ് പഴയത് വേണം. ഏതാ റോക്സ്വുഡ് ആണോ? സൂര്യബോസ് 18 years. AP എല്ലാം ശരിയാവും. AP അഡ്മിൻ കണ്ടു. യെസ് ഞാനൊരു ബ്രേക്ക് കഴിഞ്ഞു സിറ്റിയിൽ വന്നപ്പോൾ സിറ്റി പോയി. അപ്പ വെയിറ്റിംഗ് ഫോർ കംബാക്ക്. ലെക്സി അത് തിരിച്ചു വരും. പാവം തോമയുണ്ടല്ലോ, തോമ പാവം ഇവിടുന്ന് അവൻ്റെ സാധനമൊക്കെ പെറുക്കിയെടുത്തോണ്ട് പോയി ആ വീട്ടിൽ. എന്നോട് പറയാം, അപ്പം ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നമാ. ഞാനിവിടെ വന്നു കയറിയ ശേഷം നിങ്ങൾക്ക് ഈ പ്രശ്നം മൊത്തം വരുന്നത്, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പാവം പോയി. അവൻ്റെ അവസ്ഥ അത്. എന്താടി സബ്സ്ക്രിപ്ഷൻ മിസ്സായോ? ആരുടെയാണെന്നറിയാമോ? റംഷീദ് കണ്ണൂർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ബ്രോ. താങ്ക് യു സോ മച്ച്. സോറി മിസ്സായിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ യു ആർ മേക്കിംഗ് എസ് entertain, don't think taking funds from us is bad. അപ്പം മാത്രം അങ്ങനെ ലോസ് സഹിക്കേണ്ട അത് കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. സി അത് നമുക്ക് ഒരു പഴഞ്ചിലുണ്ടല്ലോ, വാങ്ങിയ ദൈവം വഴിയും കാണിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ഒരു വാതിലടിച്ചാൽ 10 വാതിൽ തുറക്കത്തില്ലേ? എന്തിനാ ഞാനിപ്പോൾ ഈകളോട് പോയി, ഈകളെ എനിക്ക് കുറച്ച് കാശ് വേണം അയക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ സ്പോട്ടിൽ പൈസ ഇട്ട് തരും. പക്ഷെ അതല്ല, അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്, മനസ്സിലായോ? വേറെ ഒന്നും കൊണ്ടല്ല. ജോക്കി ആയിക്കോട്ടെ എന്നോട് പറഞ്ഞാ നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് ചോദിക്കാൻ എന്തിനാ മടിക്കുന്നതെന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാ. നമുക്ക് ഞാൻ ഒരുപാട് പേര്, എല്ലാവരുടെയും പേര് എനിക്ക് എടുത്ത് പറയാൻ പറ്റിയില്ല കേട്ടോ. ഷമീം ബ്രോ ചോദിച്ചായിരുന്നു ഇതേപോലെ ഫണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന്. അയ്യോ, വേറൊരു കാര്യം ഉണ്ടായിരുന്നടാ. ഞാൻ ഇത് പറ്റിയ ദിവസം ഉണ്ടല്ലോ, ഇത് പറ്റിയ ദിവസം ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക എറണാകുളത്തുനിന്ന്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വ്യക്തി എനിക്ക് അയച്ച മെസ്സേജാണ്. അപ്പം എൻ്റെ പേരിൽ 3 സെൻറ്റ് വസ്തുവുണ്ട്, അത് വിറ്റായാലും കാശ് അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. അപ്പം ഞാൻ ഹോസ്റ്റലിൽ വൈഫൈ ഒക്കെ സെറ്റാക്കി കംബാക്ക് അടിക്കാൻ വെച്ചപ്പോൾ സിറ്റി പോയി. എല്ലാം തിരിച്ചു വരണം അവനെ, പോയതൊന്നും എങ്ങും പോകത്തില്ല. നമ്മളെ തളർത്താൻ ഒരുപാട് പേര് നോക്കും. തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട് എന്നും തിരിച്ചു പിടിക്കാം. ഓക്കെ, ഈ പറയുന്ന പൈസ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പൈസ തിരിച്ചുണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. ഞാനിത് തുടങ്ങിയ സമയത്ത് എൻ്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇതിനെക്കാട്ടിലും 0 ആയിരുന്നു ഞാൻ. 0 മനസ്സിലായി, 0 എന്നാണ് ഞാനിത് തുടങ്ങിയത്. ഓക്കെ, ഇപ്പം ദൈവം സഹായിച്ച് സ്ട്രീമിങ്ങിൽ നിന്നാണേലും എനിക്കൊരു ഇൻകം ഉണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, സെർവർ ഞാൻ പറഞ്ഞില്ലേ മിനിമം ഇപ്പോൾ ഉള്ളതുപോലെ ഞാൻ അപ്പാക്കി തരും. ബട്ട് എനിക്കൊരു 2 മാസം സമയം നിങ്ങൾ തരണം, ഞാനൊന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് പണ്ടത്തെ പോലെ തന്നെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആരും അതിലൊരുത്ത് വെറിയാവണ്ട. Maybe you don't know how excellent is meant to us. We will never let you down. Thank you, Abhi. Thank you, Adi. അരപ്പണ്ണി തന്നെ. അപ്പപ്പാ എൻ്റെ കിഡ്നി വിറ്റിട്ടാണേലും പൈസ തരാം. വേണ്ടടാ, GPay നമ്പർ വെക്ക്. വേണ്ട, അതൊന്നും വേണ്ട ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും വേണ്ട. നിങ്ങളുടെയൊക്കെ അത് തരണമെന്നുള്ള മനസ്സുണ്ടല്ലോ, അത് മതി. ഞാൻ ഹാപ്പിയാണ്, ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. തുടങ്ങിയപ്പം ഞാൻ ഇമോഷണലായി പോയെങ്കിലും ബട്ട് ഇപ്പോൾ ഞാൻ ഭയങ്കര ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഹാപ്പിനെസ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുപോലെ നമ്മൾ ടി വിയിലുള്ള എല്ലാവരും ആണെങ്കിലും ശരി, കേവലുള്ള എല്ലാവരും എനിക്ക് മെസ്സേജ് പറഞ്ഞ് ഡൗൺ ആവരുത്, വിഷമിക്കരുത്, ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതല്ല ഞാൻ ആരെ പേരെടുത്ത് പറയാത്തത് എന്താ വെച്ചാൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് എനിക്ക് ഭയങ്കര ഒരു മെൻ്റൽ സപ്പോർട്ട് തന്നായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആരുടെ പേരെടുത്ത് പറയാൻ പറ്റാത്തത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ചേച്ചിയുടെ കഴുത്തിലെ മാല ഉള്ളിടത്തോളം കാലം സർവർ ഇവിടെ തന്നെ കാണുന്നത്. ഡോണ്ട് വെറി. എനിക്ക് ആകെ ഒരൊറ്റ വിഷമേ ഉള്ളൂ, എനിക്ക് മുക്കുട്ടിയുടെ കുഞ്ഞിൻ്റെ ഇതിന് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അതിനുവേണ്ടി കുറേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കിയതാണ്. പക്ഷേ ഇപ്പം ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ലീവ് പോലും എടുത്ത് ഇവിടെ ഇരിക്കുവാണ് സർവർ അപ്പാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് അതിപ്പം എനിക്ക് എന്താ പറയുക, എനിക്കതിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും അമ്മക്കുട്ടിയോട് പറഞ്ഞു, അമ്മക്കുട്ടി ഞാൻ എന്തായാലും വരാം, വേറെ ദിവസം വരാം എന്ന് പറഞ്ഞായിരുന്നു. GPay വേണ്ടടാ, ഞാൻ മനഃപൂർവ്വം വെക്കാത്തതാണ്. ഭീമ, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 സബ്സ്ക്രിപ്ഷൻസ് അഗെയിൻ. ഭീമ എന്തുവാ ഭീമ ഇത്? ഇത് കുറെ ആയല്ലോ ഇത്. താങ്ക് യു ഭീമ, താങ്ക് യു അഗെയിൻ. അപ്പോൾ എനിക്ക് തരുന്നില്ല, കുറച്ച് സ്ക്രിപ്റ്റ് ഉള്ളൂ എങ്കിലും ടൈം എടുത്ത് നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ആക്കാൻ ട്രൈ ചെയ്യാം. മാക്സിമം പെയ്ഡ് സ്ക്രിപ്റ്റ് ഒഴിവാക്കുക. പ്രവാസിയായ ഞങ്ങൾക്ക് ഒരു വർക്ക് പ്രഷർ ഉണ്ടായ എക്സ്റ്റാൻഡേഴ്സ് ആണ് ഒരു ആശ്വാസം. റംഷീദ് കണ്ണൂർ ബ്രോ, താങ്ക് യു. നിങ്ങളുടെ
ആശ്വാസം ഞാൻ എന്തായാലും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരും ഗൈസ്. നിങ്ങളുടെ എല്ലാം പഴയ ആ ഫ്രണ്ട്ഷിപ്പും ഇതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്നെ കൊണ്ട് ഇതെല്ലാം കൂടത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന നല്ലൊരു സെർവർ ഞാൻ എന്തായാലും അപ്പാക്കി തരും. എന്നെ കൊണ്ട് എത്ര കാലം അതിൻ്റെ ഇത് കൊടുത്ത് ഓടിക്കാൻ പറ്റുമോ അത്ര കാലം ഞാനത് ഓടിക്കുകയും ചെയ്യും. അത് പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. സാധിച്ചത് ഇതുപോലെ ഒരു സ്ഥലം ഉള്ളതാണ്. അതിൻ്റെ ഗാർഡിയൻ എന്തെങ്കിലും പറ്റിയ വ്യൂവേഴ്സിന് കൂടെ ഉണ്ടാവും. നമുക്ക് എല്ലാം സെറ്റിൽ ചെയ്യാം. താങ്ക് യു ഗൈസ്, താങ്ക് യു. അതൊക്കെ അത്രേ ഉള്ളൂ പപ്പാ. ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു. ബ്രാവോ ഗെയിമിംഗ് വേറെ സബ്സ് ആൻഡ് കിക്സ് പോയിന്റ്സ് മിസ്സായിട്ടുണ്ട്. ആണോ? കുറെ സബ് പോയിന്റ്സ് കിക്ക് പോയിന്റ്സ് മിസ്സായോ? യുനി വിജയ് ബ്രോ, ബൂഗി ഗെയിമിംഗ് എക്സൽ അഗെയിൻ. അതേപോലെ തന്നെ ഗൈസ് എല്ലാവർക്കും കിക്ക് പോയിന്റ്സ് അയച്ച എല്ലാവർക്കും ഗൈസ് ഞാൻ ഒരുപാട് മിസ്സായി പോയെന്നറിയാം. മിസ്സായിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്. എല്ലാവർക്കും കിക്ക് പോയിന്റ്സ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. We will have X2 before GTA 6 as a sweet revenge. Eskrel bro, thank you so much, thank you. അതേപോലെ എക്സ്ക്രൽ ബ്രോ എനിക്ക് മെസ്സേജ് ചെയ്യട്ടോ. പാവം പുള്ളി എന്നോട് പറഞ്ഞ് പുള്ളിയുടെ എന്തൊക്കെ ലിക്വിഡേറ്റ് ചെയ്താലും ഫണ്ട് എനിക്ക് തരാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ, പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ആ എല്ലാവർക്കും എന്താ പറയാ, ഇത്രയും സപ്പോർട്ട് തന്നതിന് വളരെ വളരെ താങ്ക് യു ഗൈസ്, താങ്ക് യു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങളുടെ എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ 5M ഒന്നും കളിക്കാറില്ല. ഈ സ്റ്റഡിയുടെ ഇടയ്ക്ക് ഹോസ്റ്റലിൽ ഫ്രീ ടൈമിൽ കുറച്ച് എങ്കിലും ഹാപ്പിയായി നിന്നത് ഈ ഒരു എക്സലൻസ് ഇല്ലാതെ കാരണമാണ്. പോയ ശേഷം 3 days ആയിട്ട് ഭയങ്കര ബാഡാണ്. ഐ നോ യു വിൽ കം കാണും, വെയിറ്റിംഗ് ഫോർ. താങ്ക് യു ഗൈസ്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈവ് ഇട്ടത് പോലും കുറേ പേർക്ക് വിഷമിച്ച് പലരും സാഡായിട്ടിരിക്കുമെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ആരുടെയും ഹോപ്പ് കൈവിടണ്ട. നമുക്ക് മറ്റേത് പോയി അത് വിട്ടേര്, അതിനെപ്പറ്റി ആരും അറിയണ്ട. നിങ്ങൾക്ക് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് തരും. RSS സപ്പോർട്ട് ഉണ്ട്. അപ്പം താങ്ക് യു ഗൈസ്. ഇപ്പം ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ആരൊക്കെ കൂടെ കാണുമെന്ന് അറിയാൻ പറ്റി. ഫസ്റ്റ് ചാർജ് ഞങ്ങൾ കൊണ്ടുകൂടെ ഗൈസ്. അപ്പം നമുക്ക് ഇനി അതേപോലെ ഇവിടെയുള്ള സ്റ്റാഫുകൾക്കും എല്ലാവരും ഭയങ്കര ഡിപ്രഷൻ. ആരെയും വീസിലൊന്നും കാണുന്നില്ലായിരുന്നു. ആരും വിഷമിക്കേണ്ട. ഓക്കെ, നമുക്ക് ഇനിയുള്ള ഒരാഴ്ച നമ്മുടെ വൈറ്റ് ലിസ്റ്റുകൾ, പെൻഡിങ് വൈറ്റ് ലിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. സോ സെർവർ വരുമ്പോഴത്തേക്ക് വൈറ്റ് ലിസ്റ്റ് കിട്ടാത്തവർക്കും കളിക്കാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും വൈറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാൻ നമ്മുടെ സ്റ്റാഫ്സിനോട് എല്ലാവരോടും പറയാം, ഇതേപോലെ വൈറ്റ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും കിട്ടാത്തവരുണ്ടെങ്കിൽ വൈറ്റ് ലിസ്റ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ. നിങ്ങൾ എല്ലാവരും നിരാശപ്പെടുത്താത്ത ഒരു സെർവർ എന്തായാലും നമ്മൾ റെഡിയാക്കി തരും. ഓക്കെ, റൂൾസ് എല്ലാം നോക്കണേ. സെർവർ തുടങ്ങുമ്പോൾ ഉറപ്പായും നമ്മൾ ഇനി CFXന്റെ എല്ലാ റൂളും ഗൈഡ് ലൈൻസും പാലിച്ച് മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത്.